ഹായ് ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ചെറിയ പനിയും ഫീവറൊക്കെ അടിച്ചിട്ട് നമുക്ക് ലാസ്റ്റ് സൺഡേ നമ്മുടെ ലൈവ് സെക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ വീക്കിലി അനാലിസിസ്, വീക്കിലി എടുക്കേണ്ട നല്ല സ്റ്റോക്സ്, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമുക്ക് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ നിഫ്റ്റി വീക്കിലി അനാലിസിസും പിന്നെ കുറച്ച് സെക്ടർ അനാലിസിസുകളൊക്കെയാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ തൊട്ട് മുൻപ് നമ്മൾ ചെയ്ത MTFEയുടെ വീഡിയോ പ്രകാരമായിട്ട് ഞാൻ ഇത്രയും ദിവസം കൃത്യമായിട്ട് എയറിലായിരുന്നു. അപ്പോൾ ആ എയറിൽ കയറാൻ കാരണമായിട്ടുള്ള കുറച്ച് കമൻറ്റുകൾക്ക് നല്ല റിപ്ലൈസ് കൊടുക്കണം എന്ന് എനിക്ക് തോന്നിയിരുന്നു. അത് എൻ്റെ ഉത്തരവാദിത്തം കൂടിയാണ്. അപ്പോൾ ഈ രണ്ട് ടോപ്പിക്കുകളുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് നമ്മുടെ വീക്ക്ലി ആൻഡ് ഷോർട്ട് ടൈം പൊസിഷൻസിനുള്ള അനാലിസിസുകളും, അതുപോലെ തന്നെ തൊട്ട് മുമ്പത്തെ വീഡിയോൻ്റെ കമൻറ്റിന് വേണ്ടിയിട്ടുള്ള റെസ്പോൺസുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. MTFE എന്ന് പറയുന്ന ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ട് അതൊരു ഉഡായിപ്പാണോ അല്ലയോ എന്നൊക്കെ ചോദിച്ച് ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ കമൻറ്റ് സെക്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒത്തിരി ആളുകൾ ഈ പറയുന്ന MTFEയുടെ വക്താക്കളായിട്ട് വന്നിട്ട് അതിന് താഴെ ഭയങ്കരമായിട്ടുള്ള ഒരു സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ MTFE വളരെ ശരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കമൻറ്റുകൾ കണ്ടു. ആ കമൻറ്റുകൾ കണ്ട് ഒത്തിരി ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യതകളും ഉണ്ട് എന്നോർത്തുകൊണ്ടാണ് ഞാൻ ആ ഒരു കമൻറ്റിന് റെസ്പോൺസ് ചെയ്യണം എന്ന് കരുതുന്നത്. ഈ MTFE അല്ലെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് കേരളത്തിലുണ്ടായിരുന്ന മോറിസ് കോയിൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിലനിന്ന് പോകുന്നത് കൃത്യമായിട്ടുള്ളൊരു MLM സ്കീം പോലെയാണ്. എന്താണ്, ആദ്യം ഇനിഷ്യലി ജോയിൻ ചെയ്യുന്ന ആളുകളുടെ പൈസ വളരെ കൃത്യമായിട്ട് അവരെടുത്ത് രണ്ടാമത് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് വിതരണം ചെയ്ത്, അല്ലെങ്കിൽ രണ്ടാമത് ജോയിൻ ചെയ്യുന്ന ആൾക്കാരുടെ പൈസ എടുത്ത് കൂടുതൽ ആൾക്കാർക്ക് കൊടുത്ത് കൂടുതൽ ആൾക്കാരെ ഈ ഒരു പ്ലാനിലോട്ട് ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ട് ഈ ഒരു ചെയിൻ നെറ്റ്വർക്കിനെ മാക്സിമം സൈസിൽ എത്തിച്ച് ഏറ്റവും അവസാനം ആ കമ്പനി പൂട്ടി ഒത്തിരി ആളുകളുടെ പൈസ ഒന്നിച്ച് കളയുന്ന ഒരു രീതിയാണ് അവർ അവലംബിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അവർ ടെക്നോളജി, ബിറ്റ് കോയിനും ട്രേഡിംഗ് പ്ലാറ്റ്ഫോം എന്നൊക്കെ പറയും. ഒരു റെഗുലേറ്ററി അല്ലാത്ത, ഇത് കനേഡിയൻ റെഗുലേറ്ററി എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും അവിടുത്തെ ഒരു കൃത്യമായിട്ടുള്ള റെഗുലേറ്ററി ബോർഡൊന്നുമല്ല, നമ്മുടെ സെബി പോലെയുള്ളൊരു ബോർഡൊന്നുമല്ല ഈ പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിനെയും എന്ത് ചെയ്തിരിക്കുന്നത്, റെഗുലേറ്റ് ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന്, ഇത്തരത്തിലുള്ള കമ്പനികളെല്ലാം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലോ അല്ലെങ്കിൽ വളരെ നല്ല ഒരു വിദേശ രാജ്യത്തൊന്നുമല്ല, മറിച്ച് സാമ്പത്തിക തട്ടിപ്പുകൾ ഏറ്റവും കൂടുതൽ രജിസ്റ്റർ ചെയ്യുന്ന ചില വെസ്റ്റ് ഇൻഡീസ് ഐലൻഡുകളിലോ സൈപ്രസ് പോലുള്ള ചില രാജ്യങ്ങളിലോ ഒക്കെയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഈ കമ്പനിയുടെ വിശ്വാസ്യത നമുക്ക് ചോദ്യം ചെയ്യാവുന്നതാണ്. അതിൻ്റെ അടുത്തൊരു കാര്യം, ആദ്യത്തെ കമൻറ്റ്, ഞങ്ങളെല്ലാവരും ഇൻവെസ്റ്റ് ചെയ്ത പൈസയുടെ ഒരരട്ടി രണ്ടരട്ടിയുള്ള ലാഭം എടുത്തു കഴിഞ്ഞു, ഇനി ഞങ്ങൾക്ക് നഷ്ടം വന്നാലോ ആ കമ്പനി പൂട്ടിപ്പോയാലോ യാതൊരു പ്രോബ്ലം ഇല്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, എനിക്ക് പൈസ പോയാലും കുഴപ്പമില്ല, ചെറിയ റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ കമൻറ്റ്. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ തന്നെയാണ് എല്ലാ MLM സ്കീമുകളും തുടക്കം. അതായത് ആദ്യം ജോയിൻ ചെയ്യുന്ന എല്ലാ ആളുകൾക്കും വലിയ റിട്ടേൺസ് കിട്ടുകയും അവരെല്ലാം ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോംസിൻ്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്കീമുകൾക്കിടെ വലിയ വക്താക്കളായി മാറുകയും അവർ കൂടുതൽ ആൾക്കാർ ഇതിലോട്ട് അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യും. കുറേ ആൾക്കാരെല്ലാം ഇത് സ്കാം ആണെന്ന് അറിഞ്ഞിട്ട് പോയി തലവയ്ക്കും. മറ്റു ചില ആൾക്കാർ ഇത് സ്കാം അല്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഈ കമൻറ്റുകളൊക്കെ കണ്ടിട്ട് അവർ വലിയ പൈസ ലോൺ എടുത്തും മറ്റും ഈ ഒരു സ്കീമിലോട്ട് കൊണ്ടുപോയി ഇടുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്കാം ആണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു 10 രൂപ, 20 രൂപ, $10, $20, $50 വേണമെങ്കിൽ റിസ്ക് എടുക്കാം, റിസ്ക് എടുക്കാതിരിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്നാലും ഇത് സ്കാം ആണെന്ന് നിങ്ങൾ പേഴ്സണലി സമ്മതിക്കുക എന്നുള്ളത് തന്നെയാണ്. ആ കമൻറ്റുകൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, പകുതിയിൽ കൂടുതൽ ആൾക്കാർ ഇത് സ്കാം ആണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് പോയി തലവെച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഇനിഷ്യലി കുറേ ലാഭം കിട്ടി എന്ന് വിചാരിച്ച് കൂടുതൽ എമൗണ്ട്, ഇതിന് വീടിൻ്റെ ആധാരം വരെ പണം വെച്ച് ചില ആളുകൾ ഇതിൻ്റെ അകത്തേക്ക് പൈസ ഇട്ട് വളരെ പെട്ടെന്ന് കാശാനായിട്ട് ആവാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മണ്ടത്തരങ്ങളിൽ പോയി ചാടാതിരിക്കുക. ഇത് രണ്ടുമാണ് എനിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്. കാരണം ഇതൊരു സ്കാം ആണെന്ന് തിരിച്ചറിയുക, ഈ സ്കാമിൽ പോയിട്ട് തല വെച്ച് ഒരിക്കലും ഊരിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് പോകാതിരിക്കുക. മറ്റൊന്ന്, ട്രേഡ് ചെയ്യുന്ന 10-9 ആൾക്കാർക്കും നഷ്ടമല്ലേ, പിന്നെ എന്തിനാണ് ഈ കഥ പറയാൻ നിൽക്കുന്നത്? MTFE ആണെങ്കിലും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ആണെങ്കിലും എല്ലാം ഒരുപോലെയാണ് എന്ന് പറയുന്നതാണ്. ഇത് ആടിനെ പിടിച്ച് പട്ടിയാക്കുന്നത് പോലെയാണ് ഈ ഒരു കമൻറ്റ്. എന്താണ്, വളരെ വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ നിയമപരമായിട്ട്
അതിൻ്റെ അകത്തുള്ള എല്ലാ പ്രോബ്ലംസും വളരെ കൃത്യമായി പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസുകളാണ് നമ്മുടെ ഈ പറയുന്ന NSE അല്ലെങ്കിൽ എക്സ്ചേഞ്ചുകളാണ് NSE എന്നൊക്കെ പറയുന്നത്. ഇതും MTFE തമ്മിൽ യാതൊരു രീതിയിൽ കമ്പയർ ചെയ്യാൻ പോലും പാടില്ല. എന്നാൽ ട്രേഡിങ്ങിൽ 10ൽ 9 ആളുകൾ നഷ്ടം വരുത്തുന്നത് എന്തുകൊണ്ടാണ്? കൃത്യമായിട്ടുള്ള നോളജ് ഇല്ലാതെ ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് നോളജ് ഉപയോഗിച്ച് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റബിൾ ആകാനുള്ള ഒരു സാധ്യതയെങ്കിലും ഉണ്ട്. എന്നാൽ MTFE എന്ന് പറയുന്ന ഒരു കമ്പനി പൂട്ടിപ്പോയി കഴിഞ്ഞാൽ അവിടെ എന്ത് സാധ്യതയാണുള്ളത്? ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യം, സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡിംഗ് മാത്രമല്ല, ഇവിടെ ഒരു ലോങ് ടൈം വെൽത്ത് ക്രിയേഷൻ ഉണ്ട്. നമ്മൾ പറയുന്ന അർഷദ് മേത്ത സ്കാം നടക്കുന്നത് 92-ലാണ്. എത്ര വർഷങ്ങളായി? ഈ 92-നും എത്രയോ വർഷങ്ങൾ മുമ്പ് ഇന്ത്യയിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്. UK-യിലും അമേരിക്കയിലും എത്ര നൂറ്റാണ്ടുകളായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ട്. ഇത്തരത്തിലുള്ളൊരു പാരമ്പര്യമാണ് അവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുന്നില്ല. ഞാൻ ഈ ഒരു ടോപ്പിക്ക് ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. ഇനിയും ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ പോലും നമ്മൾ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നില്ല. ഇതിൻ്റെ അകത്തുള്ള തട്ടിപ്പ് തുറന്നു കാണിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു നമ്മുടെ പ്ലാൻ. ആ ഒരു ഉദ്യമം നമ്മൾ വളരെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. 6 മാസമോ 1 വർഷമോ കഴിയുമ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം ഇവിടെ ഇല്ലാതാവുകയും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒത്തിരി ആളുകളുടെ പൈസ പോയ നമുക്ക് കഥ അപ്പോൾ കേൾക്കാനും സാധിക്കും എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ. ഇനി രണ്ടാമത് നമുക്ക് മാർക്കറ്റ് അനാലിസിസിലോട്ട് പോകാം. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും എന്താണ് ചെയ്യുന്നത്? നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും വളരെ കൃത്യമായിട്ടുള്ള ഒരു കൺസോളിഡേഷൻ ഫേസിലാണ്. ഒരു ഷോർട്ട് ടൈം ട്രേഡിംഗ് എന്ന് പറയുന്ന രീതിയിലല്ല ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഒരു സ്വിംഗ് ട്രേഡിംഗ് അല്ലെങ്കിൽ ഒരു കുറച്ച് നാളത്തെ ഉള്ളിൽ മാർക്കറ്റ് എവിടെ എത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാരണം മാർക്കറ്റ് 19,500 19,700 ഒരു റേഞ്ചിൽ കൃത്യമായി കൺസോളിഡേറ്റ് ചെയ്ത് ഷാർപ്പ് വി ഷേപ്പുകളാണ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഷോർട്ട് ടൈമിലോട്ട് ഒരു നല്ല ബുള്ളിഷ് പൊസിഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നല്ല സ്റ്റോക്കുകളെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഹെവി വെയ്റ്റ്സ് പലതും HDFC ബാങ്ക് ഉൾപ്പെടെയുള്ള പലതും ഒത്തിരി താഴെയാണ്. ICICI ബാങ്ക് 1000 എന്ന് പറയുന്ന ആ ഒരു മാജിക് നമ്പറിൽ ടച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്. നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന നല്ല സെക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ക്വാർട്ടറിൽ നമുക്ക് മെറ്റൽ സെക്ടറും, ഞാൻ കഴിഞ്ഞ സൺഡേയിൽ പറഞ്ഞതുപോലെ മെറ്റൽ സെക്ടറും അതുപോലെ തന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത് ഓട്ടോമൊബൈൽ സെക്ടറാണ്. ടാറ്റാ മോട്ടോഴ്സിൻ്റെ ഒക്കെ പോക്ക് നമ്മൾ കണ്ടു. ഇനിയും ടാറ്റാ മോട്ടോഴ്സ് നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് TVS മോട്ടോഴ്സും മഹീന്ദ്രയൊക്കെ നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റുന്ന നല്ല സ്റ്റോക്സാണ്. അപ്പോൾ മെറ്റൽ സ്റ്റോക്സിൽ നിങ്ങൾക്ക് ജിൻഡാൽ സ്റ്റീലും അതുപോലെ തന്നെ ടാറ്റാ സ്റ്റീലൊക്കെ നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റും. വേദാന്ത ഉൾപ്പെടെയുള്ള നല്ല സ്റ്റോക്കുകൾ ആ ഒരു സെക്ടറിലുണ്ട്. ഈ ഒരു സെക്ടറിൻ്റെ ഈ 2 മേജർ സെക്ടേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന അടുത്തൊരു സെക്ടർ ബാങ്കിങ് സെക്ടർ തന്നെയാണ്. ബാങ്കിങ് സെക്ടറിൽ IDFC ബാങ്കും ICICI ബാങ്കും ആക്സിസ് ബാങ്കും HDFC ബാങ്കും ഒക്കെ നിങ്ങൾക്ക് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് അടിപൊളി ഒരു ഓപ്പർച്യൂണിറ്റിയിലാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇനിയും അടുത്തൊരു ബൂം വരാൻ പോകുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് IT സെക്ടറാണ്. IT സെക്ടറിൽ ടെക് മഹീന്ദ്ര ഉൾപ്പെടെയുള്ള പല കമ്പനികളും സെക്ടർ ബ്രേക്ക്ഔട്ട് നടത്തി കഴിഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു സെക്ടറാണ് ഫാർമ സെക്ടറും ഒരു മൾട്ടി ഇയർ ബ്രേക്ക്ഔട്ടിൻ്റെ തൊട്ടരികിലാണ്. അപ്പോൾ ഇത്രയാണ് സെക്ടർ വൈസ് നമുക്ക് പറയാനുള്ളത്. ഞാൻ നേരെ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് ഓരോ സ്റ്റോക്ക് വൈസ് ആയിട്ടുള്ള മേജർ സ്റ്റോക്സിൻ്റെ അനാലിസിസുകളും സെക്ടർ അനാലിസിസുകളും കൂടി ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഹായ് ഓൾ, നമുക്ക് നേരെ നിഫ്റ്റി അനാലിസിസിലോട്ട് പോവാം. നിഫ്റ്റി അനാലിസിസ് ചെയ്യുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ, നിഫ്റ്റി ഒരു വലിയ ബ്രേക്ക്ഔട്ട്, നമുക്കറിയാം ഡെയിലി ചാർട്ടിലൊക്കെ വലിയൊരു ബ്രേക്ക്ഔട്ടിന് ശേഷം നിഫ്റ്റി വളരെ വ്യക്തമായിട്ടുള്ള ഒരു കൺസോളിഡേഷൻ ഫേസിലാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാണ് ആ ഒരു മൂവ്മെൻറ്റ്. അതിന് ശേഷമുള്ള ഒരു ഏരിയയിലാണ് ഇപ്പോൾ നിഫ്റ്റി നമുക്ക് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിന് ശേഷം ഇനി നിഫ്റ്റിയിൽ എന്താണ് യഥാർത്ഥത്തിൽ മൂവ് ചെയ്യാൻ പോകുന്നത് എന്നാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. സോ ഈ ഒരു ബ്രേക്ക്ഔട്ട് 20,000 വരെ പോയി. അതിനുശേഷം മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇന്നിപ്പോൾ നമ്മൾ ചൊവ്വാഴ്ച 8-ാം തീയതി 1-ാം തീയതി നിൽക്കുന്ന സമയത്ത് ആ ഒരു 20,000 ശേഷം 1 2 3 4 5 6 7 ഏകദേശം 8 ദിവസം, 7th ഡേ അല്ല 8ാമത്തെ ദിവസമാണ് ഒരു കൺസോളിഡേഷൻ ഫേസിലൂടെ മാർക്കറ്റ് കടന്നു പോകുന്നത് നമ്മൾ കാണുന്നത് അല്ലേ. ഏറ്റവും ക്ലിയർ ആയിട്ട് ഇതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു പോൾ ആൻഡ് ഫ്ലാഗ് പാറ്റേണിലാണ് മാർക്കറ്റ് കറൻ്റ്ലി വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകുന്നതാണ്. കാരണം ഈ ഒരു ലെവലിൽ നിന്ന് മുകളിലോട്ട് പോയ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ കൺസോളിഡേറ്റ് ചെയ്യുന്ന ഒരു ഫീലാണ് നമുക്ക് പൊതുവേ കിട്ടുന്നത്. റൈറ്റ്,
അപ്പോൾ ഈ ഒരു ഫ്ലാഗിൻ്റെ ബ്രേക്ക് ഔട്ടായിരിക്കും മാർക്കറ്റിന് നമുക്ക് കിട്ടാനായിട്ട് പോകുന്ന. ഇതൊരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ, അപ്സൈഡിൽ സ്ട്രക്ചർ വൈസ് നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ പൊസിഷനിൽ തന്നെ മാർക്കറ്റ് നല്ലൊരു റാലി നടത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. ഏകദേശം ഈ ഒരു ലെവലിൽ നിന്ന് ഒരു 1000 to 1500 പോയിൻറ്റിൻ്റെ, അതായത് 21,000 വരെ മാർക്കറ്റ് പോകാനുള്ള എല്ലാ സാധ്യതകളും ഈ ഒരു നിഫ്റ്റിയുടെ ചാർട്ടിലുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഷോർട്ട് ടൈം വ്യൂലോട്ട്, ഒരു വീക്ക്ലി വ്യൂലോട്ടൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ ഈ വരച്ച അതേ കൺസോൾട്ടേഷൻ ലെവലിൽ തന്നെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. ടോപ്പ് നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് പരിഗണിക്കേണ്ടത് ഈ പറയുന്ന 20,000ഉം അതുപോലെ തന്നെ മേജറായിട്ടുള്ളൊരു സപ്പോർട്ട് 19,550 എന്ന് പറയുന്ന ഒരു ലെവലുമാണ്. ഈ ഒരു ലെവലിൻ്റെ ഉള്ളിൽ തന്നെ മാർക്കറ്റ് നല്ലൊരു കൺസോളിഡേഷൻ റേഞ്ചാണ്. മാർക്കറ്റ് പുതിയ ലോവർ ഹൈസാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും. ഇവിടെ ഫസ്റ്റ് ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോവർ ഹൈ, എഗെയിൻ ലോവർ ഹൈ. അപ്പോൾ മാർക്കറ്റ് നമ്മൾ നല്ലൊരു ട്രേഡിന് എപ്പോൾ കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ലോവർ ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ഒരു ബുള്ളിഷ് ട്രേഡ് പൊസിഷനിൽ പോലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരെ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിലോട്ട് കൂടി അനാലിസിസിലോട്ട് പോവുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പൊസിഷനിലാണ് ഇപ്പോൾ കറൻ്റ്ലി നിൽക്കുന്നത് അല്ലേ. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ആ ഒരു യു ഷേപ്പ് കൺസോളിഡേഷൻ പീരീഡിന് ശേഷം മാർക്കറ്റ് ഒന്ന് മുകളിൽ പോവുകയും പിന്നെയും ആ ഒരു പീരീഡിൽ കൺസോളിഡേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഈ ഒരു മാർക്കറ്റിൽ. അപ്പോൾ ഇനി എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൻ്റെ മുകളിലോട്ടൊരു കോൺഫിഡൻസ് മൂവ്മെൻറ്റ് മാർക്കറ്റ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റം മാർക്കറ്റായിട്ട് കാണാൻ പറ്റും. കാരണം ഇവിടെ ഓൾറെഡി ഈ ഒരു ഏരിയയിൽ നല്ല ബയേഴ്സ് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഏരിയയാണത്. അതുകൊണ്ടാണ് രണ്ടാമതും ഇവിടെ വന്നപ്പോൾ ഒരു അപ് ട്രെൻഡ് വന്നത്. ഇപ്പോൾ വീണ്ടും ഒരു സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ 45,200 എന്ന് പറയുന്നൊരു സ്പോട്ടായിരിക്കും മാർക്കറ്റിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു ഏരിയ. അവിടെ നിന്ന് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷം 44,750 എന്ന് പറയുന്ന ലെവലും ഒരു പക്ഷം ബാങ്ക് നിഫ്റ്റി വന്നേക്കാം. താഴത്തുള്ള രണ്ട് മേജർ സപ്പോർട്ട്സ് 44,700 അതുപോലെ തന്നെ 45,200 ആണ്. ഇത് രണ്ടും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ മുകളിലോട്ട് നല്ലൊരു വ്യൂ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ നമ്മൾ ബാങ്ക് നിഫ്റ്റി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ്ലി ഇനി ചെക്ക് ചെയ്യേണ്ട ഒരു സെക്ടർ IT ആണ്. IT ഞാൻ അന്നത്തെ ദിവസം ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞാണ്. IT ഇത്തരത്തിലുള്ള ഒരു കൺസോളിഡേഷൻ ഫേസിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ഒരു ബ്രേക്ക് ഔട്ട് നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ ITയെ നമുക്ക് നല്ല ഒരു എൻട്രിക്ക് വേണ്ടി പരിഗണിക്കാവുന്നതാണ്. ഒരു ലോങ് ടൈം എൻട്രിക്ക് വേണ്ടി നല്ല രീതിയിൽ IT സ്റ്റോക്സിനെ നമുക്ക് പരിഗണിക്കാൻ സാധിക്കുന്നതാണ്. IT തന്നെ പല സ്റ്റോക്കുകളും ഇൻഫീം, ടെക് മഹീന്ദ്ര പോലുള്ള പല സ്റ്റോക്കുകളും നല്ലൊരു മൂവ്മെൻറ്റിൽ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സെക്ടർ മെറ്റൽ സെക്ടറാണ്. മെറ്റൽ സെക്ടർ തൊട്ടടുത്തുള്ളൊരു മൾട്ടി ഇയർ ബ്രേക്ക് ഔട്ടിൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത് അല്ലേ. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റലിൽ നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടും. ഈ ഒരു ലെവലിൽ തന്നെയാണ് മെറ്റലും നിൽക്കുന്നത്. അപ്പോൾ ഈ എല്ലാ സെക്ടേഴ്സും റെസിസ്റ്റൻസിൻ്റെ അടുത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബ്രേക്ക് ഔട്ടിന് വേണ്ടിയിട്ടാണ്. സോ ഫാർമ നോക്കുകയാണെങ്കിൽ ഫാർമ ഓൾറെഡി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. മൾട്ടി ഇയർ ബ്രേക്ക് ഔട്ട് ഫാർമയിൽ നടന്നു കഴിഞ്ഞു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. ഇത് നോക്കൂ, നല്ല ഒരു ബ്രേക്ക് ഔട്ടാണ് ഫാർമ നടത്തിയിരിക്കുന്നത്. ഫാർമയിലെ പല കമ്പനികളും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലോട്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. റൈറ്റ്. അതുപോലെ തന്നെ നമ്മളിനിയും ഓരോ സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ ഇൻഫി നിങ്ങൾക്ക് നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺസ് കണ്ടിന്യൂസ്ലി വന്നിരിക്കുന്നൊരു സമയമാണ്. സോ ഇതിപ്പോൾ റിസൾട്ടിന് ശേഷം വന്ന 10% ഡൗൺ ആണ്. അതിനുശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ റിക്കവറി ചെയ്യുന്നുണ്ട്. ITയിലൊരു ബ്രേക്ക് ഔട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പരിഗണിക്കാൻ പറ്റുന്ന നല്ലൊരു പാറ്റേൺ സ്ട്രക്ചർ ഇൻഫിൽ പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ടില്ല, ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ 1 by 1 ആയിട്ട് നോക്കുകയാണെങ്കിൽ അപ്പോളോ ട്യൂബ്സ് നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി ഇതിൻ്റെ മെസ്സേജ് തിങ്കളാഴ്ച തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ ഇട്ടിരുന്നു. സോ കഴിഞ്ഞ 2 ദിവസം വളരെ ശക്തമായിട്ടുള്ളൊരു മൂവ്മെൻറ്റം ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ പറ്റി. വളരെ കൃത്യമായിട്ടാണ് ഇത് ഓരോ തവണയും കൺസോളിഡേറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് പോകുന്നു. ഈ ഒരു സ്റ്റോക്കിനെ നിങ്ങൾക്ക് ഒരു ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലോട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്റ്റോക്കാണ് APL അപ്പോളോ ട്യൂബ്സ് എന്ന് പറയുന്ന സ്റ്റോക്ക്. അതുപോലെ തന്നെ L&T ടെക്നോളജീസ്, ഇതും നിങ്ങൾക്ക് ഷോർട്ട് ടൈമിൽ, ഇത് IT സ്റ്റോക്കാണ്, IT റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. അപ്പോൾ ഇതിനെ നിങ്ങൾക്കൊരു ഷോർട്ട് ടൈമിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലോട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. IT സെക്ടർ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനി അടുത്തൊരു സ്റ്റോക്ക് IDFC ഫസ്റ്റ് ബാങ്ക് ആണ്. IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ചാർട്ട് നിങ്ങൾ നോക്കൂ, വളരെ വളരെ പ്രോമിസിങ് ആയിട്ടുള്ളൊരു ചാർട്ടാണ്. ഇതൊരു
ബ്രേക്ക് ഔട്ട് നടത്തി കഴിഞ്ഞ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. നോക്കുക, വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ബ്രേക്ക് ഔട്ട് ഈ ഒരു IDFC ഫസ്റ്റ് ബാങ്ക് നടത്തിയിട്ടുണ്ട്. ഞാൻ ഇത് കഴിഞ്ഞ ആഴ്ച തന്നെ നിങ്ങൾക്ക് ഇത് നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ ആയിട്ട് ഞാൻ ഈ ഒരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്തിരുന്നു. ഇന്നും ഏകദേശം 1.5% അപ്പായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും ഈ ഒരു സ്റ്റോക്ക് നല്ല രീതിയിൽ അപ്പായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിന് നിങ്ങൾക്ക് പരിഗണിക്കാൻ സാധിക്കുന്നതാണ് കറണ്ട്. അദാനി എൻ്റർപ്രൈസസിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അദാനിയിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് കുറച്ച് അപ്സൈഡ് ബാക്കിയുണ്ടെന്നുള്ളതാണ്. കാരണം നമുക്കൊരു മേജറായിട്ടുള്ളൊരു വീക്കിലി ക്യാൻഡിൽ ഇവിടെ കിടക്കുന്നുണ്ട്. നിങ്ങൾ എത്ര ആളത് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇതാണ് അദാനിയുടെ ഒരു മേജറായിട്ടുള്ളൊരു ക്യാൻഡിൽ. ഈ ഒരു സ്ട്രോങ് ക്യാൻഡിലിൻ്റെ ലോ ടു ഹൈ ആണ്. ഈ ഒരു ക്യാൻഡിലുള്ളിൽ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നത്. ഒരു പക്ഷേ ഇതിൻ്റെ ഹൈ വരെയും മാർക്കറ്റ് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. എന്നാലും ഇറ്റ്സ് ഹൈലി റിസ്കി ട്രേഡ്, ഇത്രയും ന്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സ്റ്റോക്ക് ഇൻഡിഗോ പെയിൻ്റ് ആണ്. ഇൻഡിഗോ പെയിൻറ്റ് നല്ലൊരു റിക്കവറി ഫേസാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ കൺസോൾഡേറ്റ് ചെയ്ത സെയിം റേഞ്ചിലാണ്. ഇതെവിടെയാണ് കഴിഞ്ഞ തവണ കൺസോൾഡേറ്റ് ചെയ്ത റേഞ്ച്. ഈ ഒരു റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ റേഞ്ചിൽ നിന്ന് ഒരു അപ്സൈഡ് ബ്രേക്ക് ഔട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലൊരു സ്റ്റോക്കാണിത്. ഈ ഒരു റേഞ്ചിലൊക്കെ കഴിഞ്ഞ 2 ദിവസമൊക്കെ നല്ല ബൈ ഉണ്ട്. ഇവിടെ ഒരു നല്ല കൺസോൾട്ടേഷൻ ഉണ്ട്, നല്ല വോളിയൂംസും ഉണ്ട്. ഇതിന് ശേഷം ഒരു ഓൾ ടൈം ഹൈലോട്ടൊക്കെ 2600 വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ മെറ്റൽ സ്റ്റോക്കിൽ അടുത്തൊരു സ്റ്റോക്ക് JSW സ്റ്റീലാണ്. JSW സ്റ്റീല് നല്ലൊരു സ്ട്രക്ചറിലാണ്, നല്ല തകർപ്പൻ സ്ട്രക്ചർ ബ്രേക്ക് ഔട്ട് നടത്തി കഴിഞ്ഞ് നിൽക്കുകയാണ്. നിങ്ങൾക്കത് ചാർട്ടിൽ ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റും. ഇത് ഓൾറെഡി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു ഈ ഒരു സ്റ്റോക്ക്. നിങ്ങൾക്കിത് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്റ്റോക്കാണ്. പിന്നെ അടുത്തത് ഓട്ടോമൊബൈലിൽ നിന്ന് ഹീറോ മോട്ടോകോപ്പ് നിങ്ങൾക്ക് പരിഗണിക്കാം. ഇതൊരു റെസിസ്റ്റൻസ് ലെവലിലാണ് നിൽക്കുന്നത്. ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ ഒരുവിധമൊക്കെ വേണമെങ്കിൽ ബ്രേക്ക് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ കുറച്ചുകൂടി ഒരു പുഷ് മുകളിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ സംഭവം വലിയൊരു ഷോർട്ട് ടൈം ടാർഗറ്റ് 3600 ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 4100 നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതകൾ ഈ ഒരു സ്റ്റോക്കിലുണ്ട്. അതുപോലെ തന്നെ ബജാജ് ഓട്ടോ, അതും ഒരു ബുള്ളിഷ് പാറ്റേണിലൊരു ബ്രേക്ക് ഔട്ട് നടത്തി നിൽക്കുകയാണ്. ഇതും നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. നിങ്ങളുടേതായ അനാലിസിസുകൾ നിങ്ങൾ നടത്തിയിട്ട് ഫൈനൽ ഡിസിഷനിലോട്ട് പോവുക. ജിൻഡാൽ സ്റ്റീല് മെറ്റൽ സ്റ്റോക്കുകളിൽ തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇതിൻ്റെ അകത്തും ഒരു ബ്രേക്ക് ഔട്ട് നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ജിൻഡാൽ ഞാൻ നമ്മുടെ സ്റ്റുഡൻസിന് എല്ലാവർക്കും ഓൾറെഡി സജസ്റ്റ് ചെയ്ത ഒരു സ്റ്റോക്ക് തന്നെയാണ്. ഈ ഒരു സ്റ്റോക്കിനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യാം. ദെൻ ഡിമാർട്ട്, നാഷണൽ അലുമിനിയം അത്ര വലിയൊരു ഇല്ല. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബന്ധൻ ബാങ്കിൻ്റെ അകത്ത് നല്ലൊരു മൂവ്മെൻറ്റം സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. ഈ സ്റ്റോക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇത് ഒന്ന് നോക്കാം. നിങ്ങൾക്ക് ഒരു മൾട്ടി ഇയർ ബ്രേക്ക് ഔട്ടിൻ്റെ റെസിസ്റ്റൻസ് ലെവലാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇതിൻ്റെ ബ്രേക്ക് ഔട്ടായിരിക്കും ഈ ഒരു സ്റ്റോക്കിൽ വളരെ നിർണായകമാവുക. ഇതൊരു വീക്ക്ലി ചാർട്ടാണ്. വീക്ക്ലി ചാർട്ടിൽ ഇതൊന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു റിവേഴ്സൽ, നല്ലൊരു സമയമാണ് ബാങ്കുകൾക്കെല്ലാം അത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സ്റ്റോക്ക് TVS മോട്ടോഴ്സാണ്. TVS മോട്ടോഴ്സ് ഓൾറെഡി ബ്രേക്ക് ഔട്ട് നടത്തി കഴിഞ്ഞു. ഇനി നല്ലൊരു മൊമെൻറ്റമാണ് ഇനി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മാരുതിയിലും അശോക് ലൈലാൻഡിലും ഈ ഒരു ബ്രേക്ക് ഔട്ടിൻ്റെ തൊട്ടടുത്താണ്. മാരുതി ബ്രേക്ക് ചെയ്തിട്ടില്ല, അശോക് ലൈലാൻഡ് ജസ്റ്റ് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഓട്ടോമൊബൈലിലെ മിക്ക സ്റ്റോക്സും ഓൾറെഡി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. ചിലത് ഇപ്പോൾ മാരുതിയാണ്, ഇതിപ്പോൾ അശോക് ലൈലാൻഡ് ബ്രേക്ക് ഔട്ട് നടത്തി. മാരുതി ആണെങ്കിൽ ബ്രേക്ക് ഔട്ടിൻ്റെ തൊട്ടടുത്താണ്. ഇതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കി വെക്കാൻ പറ്റുന്നൊരു സ്റ്റോക്കാണ്. IT സ്റ്റോക്കിൽ ടെക് മഹീന്ദ്ര നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. ടെക് മഹീന്ദ്ര ആ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ഔട്ട് നടത്തിയിട്ട് അഗെയിൻ തിരിച്ച് വീണ്ടും ആ കൺസോൾട്ടേഷൻ റേഞ്ചിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനിയാണ് ഫൈനൽ റൗണ്ട് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബ്രേക്ക് ഔട്ട് മൂവ്മെൻറ്റ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേയുള്ളൂ ഒരു സ്റ്റോക്കിൽ. ഇതും നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. അതുപോലെ തന്നെ എംഫസൈസ് എന്ന് പറയുന്ന സ്റ്റോക്ക്, ഈ ഒരു സ്റ്റോക്ക് IT സ്റ്റോക്ക് തന്നെയാണ്. ഇതും ആ ഒരു സ്ട്രക്ചറിൻ്റെ മുകളിലെത്തി ബ്രേക്ക് ഔട്ട് നടത്തിയാണ് നിൽക്കുന്നത്. സോ ഉറപ്പായിട്ടും ഇതിനും ഒരു നല്ലൊരു അപ്സൈഡ് ഫീൽ എനിക്കുണ്ട്. അതുപോലെ തന്നെ സിയോഫോജ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്കും നല്ലൊരു ബ്രേക്ക് ഔട്ട് നടത്തി നിൽക്കുകയാണ്. ഇതും IT സ്റ്റോക്ക് തന്നെയാണ്. അപ്പോൾ ഇത്രയും സ്റ്റോക്കുകളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ഈ സ്റ്റോക്ക് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യുക, അനാലിസിസുകൾ ചെയ്യുക. ഇതെല്ലാം ഇപ്പോൾ ബുള്ളിഷായിട്ട് നിൽക്കുന്ന സ്റ്റോക്കുകളാണ്. അപ്പോൾ നിങ്ങൾ റിസ്ക് കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് നല്ല സ്റ്റോക്കുകൾ നോക്കി ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഒന്നിൻ്റെ ടാർഗറ്റ്സോ സ്റ്റോപ്പ് ലോസസോ ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഇതിൻ്റെ പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്ത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ട്രേഡ് പ്ലാൻ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ചാർട്ടുകളൊക്കെ നമ്മുടെ ഗ്രൂപ്പുകളിൽ ഇടാം. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്കുകളിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ്സോ SIPs ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ
ഗുഡ് ബൈ. ഈ ഒരു സ്റ്റോക്കുകളും ഈ ഒരു സെക്ടേഴ്സിനെ കുറിച്ചൊക്കെ ഞാൻ സംസാരിച്ചത് എൻ്റേതായിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസിലാണ്. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ അതിൻ്റെ അകത്ത് അനാലിസിസ് ചെയ്യുക, നിങ്ങൾ ഡിസിഷൻസ് എടുക്കുക, അത് ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ ട്രേഡ് സെറ്റപ്സ് ക്രിയേറ്റ് ചെയ്യുക, അതനുസരിച്ച് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക. അടുത്തൊരു അടിപൊളി ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.